Good afternoon all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Okay. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ദിവസമായി നമ്മൾ ക്ലാസ് അല്ലേ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഫെസിലിറ്റീസ് നമ്മൾ വായിച്ചായിരുന്നോ? പോയിന്റ്സുകൾ അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ? ആണോ? ഓർമ്മയുണ്ടോ? അതെ അതെ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആണ് ഒരു ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളുടെ ആ ലോണ്ടറി സർവീസസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. അതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസും സ്പേസസും എങ്ങനെയാണെന്നാണ് നോക്കിയത്. ജസ്റ്റ് ഒന്ന് ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയേ. 13 പോയിന്റ്സ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ലാസ്റ്റ് നമ്മൾ നിർത്തിയത് ഒന്ന് വായിക്കണം, ഒന്ന് കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച പോയിന്റ്സ്. ദെൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസസിന്റെ ഇമ്പോർട്ടൻസ്, ആവശ്യകത എന്താണെന്ന്. വേണോ ഒരു ഹോസ്പിറ്റലിലെ ഒരു ലോണ്ടറി സർവീസിന് ആവശ്യകത ഉണ്ടോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇമ്പോർട്ടൻസ് ഉണ്ടോ ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസിന്? ഉണ്ട്. എന്ത് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം? ഓക്കെ, അപ്പോ എന്താണ് ഇതിന്റെ ആവശ്യകത എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. An efficient and effective linen and laundry services can increase patient experience and reduce danger of cross contamination. എഫിഷ്യന്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് എന്നത് പേഷ്യൻസിന്റെ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻസി അറിയാനുള്ള ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസ് can increase patient experience, അല്ലെ, പേഷ്യന്റിന്റെ അനുഭവത്തെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും അതുപോലെ reduce the danger of cross contamination, അല്ലെ, മലിനീകരണത്തിനെ കുറയ്ക്കാനും നമുക്ക് സഹായിക്കുന്നു. എഫിഷ്യന്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മലിനീകരണം, അതായത് നമുക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതിനെല്ലാം റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി. സോ ഒരു ക്ലീൻ ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലോണ്ടറി എന്ന് പറയുന്നത് നെസസറി ആണ്, അല്ലെ, ആവശ്യമുള്ള ഒന്നാണ്. Which would ensure safe environment for patients and prevent the spread of infection. സോ ഇങ്ങനെയുള്ള ഒരു ലോണ്ടറി, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസ് പേഷ്യൻസിന് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും അതുപോലെ തന്നെ പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും മീൻസ് തടയാനും മീൻസ് അത് പകർച്ചവ്യാധികളൊക്കെ വരാതിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഹൈജീനിക് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി സർവീസസ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഒരു ലോണ്ടറി സർവീസസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. Does it help us? ഏതൊക്കെ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് 4 പോയിന്റ് ആണ് ഒന്ന് പഠിച്ചിരിക്കുന്നു കേട്ടോ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം. Preventing transmission of infection. Transmission meaning എന്താ? Transmission
ട്രാൻസ്മിഷൻ ഓഫ് നോളജ്, ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്താ ഇപ്പൊ ട്രാൻസ്മിഷൻ മീനിങ്? ട്രാൻസ്മിഷൻ കേട്ടിട്ടുണ്ടോ? മീൻസ് നമ്മൾ പകരുക എന്ന് പറയില്ലേ? ഇപ്പൊ നമ്മൾ നോളജ് അറിവ് പകർന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? പകർന്നു നൽകുക അല്ലെങ്കിൽ പകരുക എന്നൊക്കെ ട്രാൻസ്മിഷൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രാൻസ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിവെന്റിംഗ് ആണ് അല്ലെ? പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ്, ഇൻഫെക്ഷൻസുകളെ പകരാതെ തടയുക. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ലെൻസില് ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളില് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസുകൾ ഉണ്ടാകും അല്ലെ? ഇപ്പൊ ബ്ലഡുകൾ ഉണ്ടാകും, ഫ്ലൂയിഡ്സ് ഒക്കെ വന്നിട്ടുണ്ടാകും. ഇവയൊന്നും അവ ഒരുമിച്ചിട്ടല്ല അലക്കുന്നത്, ലോണ്ടറി ചെയ്യുന്നത് അവര് ആണോ? നമ്മള് വീട്ടിലെ ഡ്രസ്സുകളൊക്കെ അലക്കുമ്പോൾ ചിലപ്പോൾ നമ്മള് എല്ലാവരുടെയും കൂടി നമ്മുടെ വീട്ടിലെല്ലാ മെമ്പേഴ്സിന്റെയും കൂടി ഒരുമിച്ച് അലക്കും ചിലപ്പോൾ വാഷിംഗ് മെഷീൻസിൽ ഇടുന്നത് അല്ലെ? പക്ഷെ ലോണ്ടറി സർവീസസിൽ അങ്ങനെയാണോ അവർ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കറയുള്ളതും ഇൻഫെക്ഷൻ ആയതും ഒരുമിച്ചാണോ അവർ ലോണ്ടറി ചെയ്യുന്നത്? അല്ല അല്ലെ? മീൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് മറ്റു തുണികളിലേക്കൊക്കെ പകരാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ? അതിനാൽ അവരത് സോർട്ട് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഉള്ളതിനെ മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലോണ്ടറി സർവീസ് ചെയ്യുന്നത്. സോ പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ് അല്ലെ? അണുബാധകൾ പകരുന്നത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് പകരുന്നത് തടയുന്നു. പേഷ്യൻസ് കംഫോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ കംഫോർട്ടും അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും. Then aesthetic value, in the aesthetic value എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ മലയാളത്തിൽ എന്താ പറയാ? aesthetic value, സൗന്ദര്യാത്മക മൂല്യം. മലയാളം അതാണ് അതിന്റെ സൗന്ദര്യാത്മക മൂല്യം. നിങ്ങൾ ആ ഒരു പോയിന്റ് തന്നെ പഠിച്ചാൽ മതി. എസ്തെറ്റിക് വാല്യൂ, ഒരു മൂല്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. പോസിറ്റീവ് പബ്ലിക് ഇമേജ് അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജ് ഹോസ്പിറ്റലിന് ലഭിക്കുന്നു. ഇത്ര നല്ല രീതിയിൽ തുണിത്തരങ്ങളൊക്കെ അലക്കി നീറ്റായിട്ട് ക്ലീൻ ഒക്കെ ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അതൊരു ഇമേജ് ആണ് ആ ഹോസ്പിറ്റലിന് അല്ലെ? അപ്പൊ 4 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസിൽ പറയുന്നത്. പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ, പേഷ്യൻസ് കംഫോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, then aesthetic value, positive public image. 4 പോയിന്റ്. ആ 4 പോയിന്റ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇല്ല, 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, മാർക്ക് ചെയ്തല്ലോ അവര്? 4 പോയിന്റ് പഠിക്കാൻ എളുപ്പമാണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ടോ? ചെറിയ പോയിന്റ് അല്ലേ? ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, മാർക്ക് ചെയ്യാം കേട്ടോ. Then next one, planning for hospital linen and laundry services relies on. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ ലിനൻ ലോണ്ടറി സർവീസസ് പ്ലാൻ ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പ്ലാൻ ചെയ്യുന്നത്. അതിന് 5 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. സൈസ്, ഹോസ്പിറ്റലിന്റെ വലുപ്പം നോക്കിക്കൊണ്ട് എന്നിട്ടാണ് അവർ അവിടെ ലോണ്ടറി സർവീസസ് വേണോ വേണ്ടയോ അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. സൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ സൈസ്, അതായത് ഇപ്പോ 100 ബെഡ് അവൈലബിലിറ്റി ഉണ്ടാവും, ചിലപ്പോൾ ഒരു 50 പേഷ്യൻസിന് അവൈലബിലിറ്റി ഉള്ള ഒരു സംവിധാനം ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിന്റെ വലുപ്പം നോക്കും, എന്നിട്ടാണ് അവർ ലോണ്ടറി സർവീസസ് ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ. PDF എങ്ങനെയാണ് കൈൻഡ് എന്നാണ് കൊടുക്കുന്നത്? KIND എന്നല്ലേ? ആണോ? കൈൻഡ് തന്നെയാണോ? ഓക്കെ. കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ. കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ? ഡിഫറെന്റ് ടൈപ്പ്, ടൈപ്പ് തന്നെയാണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയാൻ പറ്റുക? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഹോസ്പിറ്റലിന്റെ എക്സാമ്പിള് ഏതെങ്കിലും എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ആശുപത്രികൾ എന്ന് നമുക്ക് പറയാം മലയാളത്തിൽ അല്ലെ? എന്തൊക്കെയാണ് എക്സാമ്പിൾ? എന്തൊക്കെയാണ് അതിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റലിന്? എന്തെല്ലാം പറയാം എക്സാമ്പിള്? മൾട്ടി സ്പെഷ്യാലിറ്റി പറയാം. വേറെ ഒന്നുമില്ല. സൂപ്പർ മൾട്ടി പറഞ്ഞപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി കുഴപ്പമില്ല, സൂപ്പർ ഇരിക്കട്ടെ. വേറെ ഒരു ഹോസ്പിറ്റലും ഇല്ല. ക്യാൻസേഴ്സിന് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകള്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല. ഹോസ്പൈസ് പറഞ്ഞൂടെ? ഹോസ്പൈസ് മെഡിക്കൽ കോളേജസ് പറയാം. ഈ നമ്മൾ പാലിയേറ്റീവ് കെയർ ഒക്കെ ഇല്ലേ, അതുപോലുള്ള ഹോസ്പൈസുകള്. ബർത്തിങ്ങിന് വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് ഇല്ലേ? ബർത്ത് സെന്റേഴ്സ് എന്ന് പറയും. മീൻസ് ഈ ഗൈനക് വിഭാഗം മാത്രമുള്ളതും ഡെലിവറി കേസസും അത് മാത്രം അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലുകളും ഉണ്ട് അല്ലെ? ബർത്ത് സെന്റേഴ്സ്, ഐ ഹോസ്പിറ്റൽ അങ്ങനെ പറഞ്ഞപ്പോഴൊന്ന് ക്ലിക്ക് ആയി വരുന്നത് അല്ലെ? ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടി വരുന്നുള്ളൂ. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട്. അതാണ് കൈൻഡ്സ് ഓഫ് ഹോസ്പിറ്റൽ. ആ പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലിനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയ. സ്റ്റക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അങ്ങനെയാണോ സ്റ്റക്ക് ആവുന്നുണ്ടോ പറയുന്നത്? ഇല്ല. ഓക്കെ, റേഞ്ചിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, then availability of linen and laundry services in adjoining areas. Adjoining എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? adjoining mean അടുത്തുള്ള, സമീപ പ്രദേശത്ത്. കണ്ടോ? അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയ അല്ലെ, അതായത് സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ലോണ്ടറി സേവനങ്ങൾ ഉണ്ടോ എന്നുള്ളത്. വെതർ കണ്ടീഷൻസ്, ക്ലൈമറ്റിന്റെ എങ്ങനെയാണ് കണ്ടീഷൻസ്? ടൈപ്പ് ഓഫ് ക്ലൈന്റ് മീൻസ് ഡിഫറെന്റ് ടൈപ്പിലുള്ള ക്ലയൻസ് ഉണ്ടാകും അല്ലെ. ക്ലയൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉപഭോക്താക്കൾ, പലതരത്തിലുള്ള ഉപഭോക്താക്കൾ ഉണ്ടാകും. ഇപ്പൊ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് മാത്രമാണോ തുണിത്തരങ്ങൾ വരുന്നത്? ആർക്കൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഈ ലിനൻസ് ഉപയോഗിക്കുന്നത്? പേഷ്യന്റിന്റെ തുണിത്തരങ്ങൾ മാത്രമാണോ നമ്മൾ ലോണ്ടറിയിൽ ചെയ്യുന്നത്? ആണോ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ ആർക്കൊക്കെയാണ് പേഷ്യൻസിന്റെ ലിനൻസ് മാത്രമായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്? വേറെ ഏതൊക്കെ ലിനൻസ് ഒക്കെ വരും ഹോസ്പിറ്റലില്? ഡോക്ടേഴ്സിന്റെ വരും അല്ലെ, അതുപോലെ നമ്മൾ സ്റ്റാഫുകളുടെ, നമ്മൾ പറഞ്ഞു ലാബ് കോട്ടുകളും മറ്റും അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലയൻസുകൾ. ഓക്കെ, അപ്പൊ പ്ലാനിങ്ങിൽ പറയുന്നത് 5 കാര്യങ്ങളാണ്. ആ പോയിന്റ് മാത്രം ഒന്ന് പഠിക്കുക. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ, അവൈലബിലിറ്റി ഓഫ് linen and laundry services in adjoining area, weather conditions, type of client. Okay, then last one നോക്കാം. Mechanized laundry services has been established as the best method for washing linen. അല്ലെ, തുണിത്തരങ്ങൾ വാഷ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മെക്കാനൈസ്ഡ് ലോണ്ടറി സർവീസസിനെയാണെന്ന്. അതായത് നമ്മൾ മെഷീനില്, വാഷിംഗ് മെഷീനിൽ അലക്കില്ലേ, മെക്കാനൈസ്ഡ് ആണല്ലോ. അതിനെയാണ് നമ്മൾ ഏറ്റവും നല്ല തുണിത്തരങ്ങൾ അലക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും അത് തന്നെയായിരിക്കുമല്ലോ. അലക്കുന്നതിലെ കംഫോർട്ട് ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ചിലർക്ക് സ്വന്തമായിട്ട് നമ്മള് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാത്തവരുണ്ടാവും കേട്ടോ. ഞാൻ എല്ലാവരും പറയുന്നില്ല, എങ്കിലും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാ? തുണിത്തരങ്ങൾ അലക്കുന്നതില് ബെസ്റ്റ് മെത്തേഡ് പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. പേഴ്സണൽ മീൻസ് ഇത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ളതാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചു പേർക്ക് ഹാൻഡ് വാഷ് ആയിരിക്കും കുറച്ചും കൂടി മീൻസ് കംഫോർട്ട് ആയിട്ടുള്ളത് അല്ലെ. ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് അഴുക്ക് പോകുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ നല്ല തുണിത്തരങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യുന്നവരുണ്ടാകും. പുറമേ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എങ്ങനെയായിരിക്കും മെറ്റീരിയൽ? അത്യാവശ്യം നല്ല കട്ടിയൊക്കെയുള്ള മെറ്റീരിയൽ ആയിരിക്കും അല്ലെ. അത് അലക്കി പിഴിയുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ് അല്ലെ. കോട്ടൺ ആണ് മെറ്റീരിയൽ എങ്കിലും അത്യാവശ്യം അവിടുത്തെ ബെഡ്ഷീറ്റുകളായാലും കർട്ടനുകളാണെങ്കിലും ഈ സ്ക്രീനുകളും ലാബ് കോട്ടൊക്കെ നമുക്ക് അങ്ങനെ കൈകൊണ്ട് അലക്കിയാൽ അഴുക്ക് പോകുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽസ് അല്ല അല്ലെ. പിന്നെ അത്യാവശ്യം നല്ല എന്താ പറയാ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ കറകളൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ ബ്ലഡിന്റെ എന്തെങ്കിലോ ടോയ്ലറ്റ്സോ അങ്ങനെയൊക്കെ ഉണ്ടാകും. സോ അവിടെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് മെക്കാനൈസ്ഡ് ആണെന്ന്. ഓക്കെ, മെഷീനൈസ്ഡ് ആയിട്ടുള്ളതാണ്. ഒരുപാട് ഇതുണ്ടാവുമല്ലോ തുണിത്തരങ്ങള്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി കൺവീനിയന്റ് ബട്ട് സേഫ്. കൺവീനിയന്റ് അല്ല എങ്കിലും അത് സുരക്ഷിതമാണെന്ന്. ഡിപ്പെൻഡബിൾ ആണ് ആൻഡ് ചീപ്പർ വെൻ കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ്. വേറെ മെത്തേഡുകൾ വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ചീപ്പർ ആയിട്ടുള്ളത്, ഏറ്റവും ഒരു നല്ലൊരു മെത്തേഡ് എന്ന് തോന്നുന്നത് മെക്കാനൈസ്ഡ് തന്നെയാണെന്ന്. ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ മെക്കാനൈസ്ഡ് ആണ് ബെറ്റർ അല്ലേ? ആണോ? കാരണം ഒത്തിരി തുണിത്തരങ്ങൾ ഇടാറും അതിങ്ങനെ കല്ലിൽ നമ്മള് ഹാൻഡ് വാഷ് ചെയ്യുകയോ അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കറയും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ അഴുക്കും കറകളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ അത് മെക്കാനൈസ്ഡ് തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കിക്കോളൂ. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ നിത്യ ജീവിതത്തിനോട് കുറച്ച് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ദെൻ ആ പോയിന്റ്സുകൾ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. പോയിന്റ്സുകൾ അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ,
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച എല്ലാവരും ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ്. ഓക്കെ, പോയിന്റ്സുകൾ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പോയിന്റ്സുകൾ പഠിച്ചു വെക്കണം. Then next one, why are administrators choosing to outsource? എന്താ outsource എന്ന് പറയുന്നത്? outsource അതായത് നമ്മള് അലക്കൽ സർവീസുകൾ, അതായത് ഈ ലോണ്ടറി സേവനങ്ങൾ ചിലപ്പോൾ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഓൾറെഡി ലോണ്ടറി സർവീസസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവര് ഔട്ട്സോഴ്സിനെ ഏൽപ്പിക്കും. പുറമേയുള്ള ഇപ്പൊ നമ്മള് അയൺ ചെയ്യാനൊക്കെ നമ്മള് ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഒരുമിച്ച് കൊണ്ടേ കൊടുക്കും. പിന്നെ അവിടെ തേച്ചിട്ട് അതിന്റെ ഒരു പ്രൈസ് നമ്മൾ കൊടുത്താൽ മതി, അല്ലെ? നമ്മൾ പുറത്ത് ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ ഒത്തിരി ലോണ്ടറി സർവീസസുകൾ ഔട്ട്സോഴ്സ് ആയിട്ട് ചെയ്യുന്നതുണ്ട്. ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിൽ ലോണ്ടറി സേവനം ഇല്ല എങ്കിൽ അവർ എന്ത് ചെയ്യും? പുറമേയുള്ള ഏതെങ്കിലും ഔട്ട്സോഴ്സിനെ അവർ ഏൽപ്പിക്കും. ദെൻ ഒരു ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ഒക്കെ കൊടുത്ത് ഒരു കറക്റ്റ് എമൗണ്ട് ഒക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ഒരു കോൺട്രാക്ട് പോലെയൊക്കെ ചെയ്യും. ഇതിനെയാണ് ഈ ഔട്ട്സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നമ്മൾ ഔട്ട്സോഴ്സ് ചൂസ് ചെയ്യുന്നത്? നോക്കാം. Having a laundry department involves a lot of labor, advanced machineries, materials and cost. Underline ചെയ്യാ. ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കേ. Having laundry department involve lot of labor. ഒത്തിരി ലേബേഴ്സ് ഉണ്ടാകും അവിടെ. അഡ്വാൻസ്ഡ് മെഷീനറീസ്, അല്ലെ? ഇപ്പൊ വാഷിംഗ് മെഷീനും അതുപോലെ സ്ക്യൂസർ അങ്ങനെയുള്ള ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ടാകും. മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ്, അതിന് ചിലവുമുണ്ട്. ഓക്കെ, ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അണ്ടർലൈൻ ചെയ്യാട്ടോ. ദെൻ മെഡിക്കൽ ലിനൻസ്, എങ്ങനെയാ PDF ലിനൻസ് തന്നെയാണോ? IMENS എന്നാണോ കിടക്കുന്നത്? ലിനൻസ് എന്നാക്കാട്ടോ അത്. മെഡിക്കൽ ലിനൻസ് എന്നാണ്. മെഡിക്കൽ ലിനൻസ്. Okay. Medical linens are always exposed to infection and dangerous materials. Medical linens are always exposed. Exposed എന്ന് വെച്ചാൽ എന്താ പറയാ? exposed വിധേയമാണെന്ന്, അതായത് ഇൻഫെക്ഷൻസുകളും ഡേഞ്ചർ മെറ്റീരിയൽസും കൊണ്ട് വിധേയമാണെന്ന്. മെഡിക്കൽ ലിനൻസില്, അല്ലെ? ആശുപത്രിയിൽ നിന്നുള്ള തുണികളിലെ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഡേഞ്ചർ മെറ്റീരിയൽസ്, അതായത് ഇപ്പൊ ലബോറട്ടറി കോട്ടിലേക്ക് ചിലപ്പോൾ അവിടുത്തെ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ വീണിട്ടുണ്ടാകും. സോ അത് വിധേയമാണ്, അതിലുണ്ടാകുന്ന കെമിക്കൽസും ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാകും. Then if actual procedures are not followed, so actual procedures ശരിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല എങ്കിൽ it would have a major effect on quality of service provided. സോ അവർ ചെയ്യുന്ന സർവീസില് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു. കാരണം എന്താണ്? നമ്മള് ഇങ്ങനെ ഡേഞ്ചറസും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയല് അവരെ തുണിത്തരങ്ങളിലുണ്ട്. സോ അത് ചെയ്യുമ്പോൾ, ആ ലോണ്ടറി ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതായത് ഇൻഫെക്ഷൻ ഉള്ളത് മാറ്റിവെക്കാം. ഡിറ്റർജന്റ് മീൻസ് എന്തെങ്കിലും ലൈൻ ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അണുവിമുക്തമാക്കണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അതിന്റെ പ്രോസസ്സ് ചെയ്യാൻ. നമുക്ക് ഇനി അടുത്തത് വരുന്നുണ്ട് പ്രോസസ്സ്. സോ ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ആർ നോട്ട് ഫോളോഡ്. കൃത്യമായിട്ടും ശരിയായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതുപോലെ സോർട്ട് ചെയ്യാതെയോ
അല്ലെങ്കിൽ നമ്മൾ അണുവിമുക്തമാക്കാതെ എല്ലാ ഡ്രസ്സും കൂടി ഒരുമിച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ് അവര് നമുക്ക് നൽകുന്ന സർവീസിനെ അല്ലെങ്കിൽ ആ ക്വാളിറ്റിനെ ബാധിക്കുന്നു. Then, when a professional medical laundry services of an external agency, underline ചെയ്യാം കേട്ടോ. When തുടങ്ങി underline ചെയ്യാം. ഞാൻ വായിക്കുന്നത് ഒന്ന് underline ചെയ്ത് പോകാം. When a professional medical laundry services of an external agency is to handle hospital linen with a high level of care as per specialized needs, it is known as outsourcing. Underline ചെയ്യാം. എന്താണ് outsourcing എന്ന്? Okay. എന്താണ് outsourcing എന്ന് പറയുന്നത്? When a professional medical laundry services of an external agency is to handle hospital linen with a high level of care as per specialized needs. അല്ലേ? അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലോണ്ടറി സർവീസിനെ ഹോസ്പിറ്റലിലെ ലിനൻസ് നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മളൊരു വർക്കില് പ്രൊഫഷൻ ആകുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ അവൻ അവിടെ ഒരു പ്രൊഫഷണൽ ആണ് എന്ന് പറയും അല്ലെ? എപ്പോഴാണ് നമ്മൾ അങ്ങനെ പ്രൊഫഷണൽ ആണെന്ന് പറയുന്നത്? എപ്പോഴാണ്? ഒരു പ്രാവശ്യം ചെയ്താൽ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആകോ, പ്രൊഫഷണൽ ആകോ? ഇല്ല. എക്സ്പീരിയൻസ് അല്ലെ? നമ്മൾ ചെയ്ത് ആ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസിലാണ് നമ്മൾ അവിടെ പ്രൊഫഷണൽ ആകുന്നത് അല്ലെ? ഇവിടെ പറയുന്നതാണ് പിന്നെ പ്രൊഫഷണൽ മെഡിക്കൽ ലോണ്ടറി, അതായത് അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ലോണ്ടറി സർവീസ് ഹോസ്പിറ്റലുകളിൽ ലോണ്ടറി സർവീസ് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസിനെ നമ്മൾ, അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്, പുറമേയുള്ള ഒരു ഏജൻസിയാണ് അവര് പ്രൊഫഷണൽ ആയിരിക്കും, അവർ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ളവരാണ് അല്ലെ? സോ അവര് നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലും ഹാൻഡിൽ ചെയ്യുന്നു. Then with a high level of care, നല്ല പരിചരണത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് നീഡ്സിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അവരെ ഉത്തരങ്ങള് വാഷ് ചെയ്ത് ഹാൻഡിൽ നമുക്ക് ഏൽപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസസ്, എക്സ്റ്റേണൽ ഏജൻസി, പുറമേയുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറിനെ നമ്മൾ ഉത്തരങ്ങൾ ഏൽപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഹൈ ലെവൽ ഓഫ് കെയറിൽ ആസ് പെർ സ്പെഷ്യലൈസ്ഡ് നീഡ്സ് അല്ലെ? നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നല്ലൊരു കെയറിങ്ങിലൂടെ അവര് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഏൽപ്പിക്കുന്നു. അതിനാണ് ഈ ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഇത്ര എമൗണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടാകും, അപ്പൊ ഇത്ര ക്ലോത്തിങ്ങും കാര്യങ്ങളും പുറമെ നമ്മൾ ഏൽപ്പിക്കുന്നു. ഇതെല്ലാം ഒരു കറക്റ്റ് ടൈമിൽ തിരികെ നമുക്കത് തുണിത്തരങ്ങള് ക്ലീൻ ചെയ്ത് ഹൈജീനിക് ആയിട്ട് നമുക്ക് തിരികെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ക്ലിയർ ആയോ? മെഡിക്കൽ പ്രൊഫഷണൽ ഉദ്ദേശിച്ചത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോണ്ടറിക്കാരൻ നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാട്ടോ എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് എക്സാമിന് ചോദിക്കുമത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കൂ. ഒരു ഡെഫിനേഷൻ പറയല്ലേ അത്? ഓക്കെ, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി, സൈസ് ആൻഡ് ഇക്കണോമിക്സ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ? അത് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ പുറമെ ഔട്ട്സോഴ്സിന് കൊടുക്കുമല്ലോ, അത് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് പ്രാക്ടിക്കബിലിറ്റി, പ്രായോഗികത, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതിനനുസരിച്ച്. Then size and economy of the hospital. ഹോസ്പിറ്റലിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവര് ഔട്ട്സോഴ്സിന് ഏൽപ്പിക്കുന്നത്. While selecting a laundry services, administrators have to consider the following factors such as അല്ലെ? നമ്മള് ഒരു പുറത്തൊരു ഔട്ട്സോഴ്സിന് ലോണ്ടറിനെ ഏൽപ്പിക്കാൻ പോണെയാണ് ഉത്തരങ്ങള്. സോ നമ്മൾ വെറുതെ ഒരു ചുമ്മാ കാണുന്ന ഒരു ലോണ്ടറിനെ ഏൽപ്പിക്കുന്നത്. അതിനാലാണ് നമ്മൾ പറയുന്നത് പ്രൊഫഷണൽ മെഡിക്കൽ ലോണ്ടറി അല്ലെ? അപ്പോ അത് എങ്ങനെയൊക്കെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ നോക്കുന്നതെന്ന്, ഒരു ലോണ്ടറി സർവീസസിനെ ഏൽപ്പിക്കാനായിട്ട് ഏത് ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യണമെന്ന് ചുമ്മാ നമ്മൾ അങ്ങനെ കൊടുക്കുകയല്ല. അത്രയും ടോപ്പ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സർവീസസിനെ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുമെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾ ഡ്രസ് മെറ്റീരിയൽ എടുത്തു, ദെൻ നമ്മൾ അത് തയ്ക്കാനായിട്ട് ടൈലറിംഗ് ഷോപ്പിൽ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പുറമെ നമ്മളൊന്ന് അന്വേഷിക്കും അല്ലെ? ഏതാണ് നല്ലൊരു കട, ഏതാണ് ഒരു ഷോപ്പ്, ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തയ്ക്കോ, ഇനി നമ്മുടെ ആരെങ്കിലും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും ഇല്ലേ? ചോദിക്കാറില്ലേ നിങ്ങൾ? അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഇപ്പൊ എങ്ങനെയാണ് തയ്ച്ചിട്ട് നല്ലതാണോ അതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ ആ കുഴപ്പമില്ല അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞോട് കാണുന്ന കടയിലാണോ നമ്മൾ കൊടുക്കാറ്? അങ്ങനെയാണോ? നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കും അല്ലെ? നല്ലതാണോ, എത്ര നാളായി തുടങ്ങിയിട്ട് വർക്ക് എടുത്തോ അവർക്ക് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. അതുപോലെ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? ലോണ്ടറി സർവീസ് നോക്കുമ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് അവർ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സർവീസ് ക്വാളിറ്റി, റെപ്യൂട്ടേഷൻ ഓഫ് ദി സർവീസ്,
പ്രൈസിംഗ്, എക്യുപ്മെന്റ് യൂസ്ഡ്. 3 കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നോക്കുന്നത് ലോണ്ടറി സർവീസ് തിരഞ്ഞെടുക്കാനായിട്ട്. സർവീസ് ക്വാളിറ്റി അല്ലെ, അവരുടെ സേവനങ്ങളിൽ എന്താണ് ക്വാളിറ്റി ഉണ്ടോ, നല്ല സേവനമാണോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, ആ സർവീസിന് പ്രശസ്തി ഉണ്ടോ, എക്സ്പീരിയൻസ്ഡ് ആണോ, ഒരു പേര് കേട്ടിട്ടുള്ള ലോണ്ടറി സർവീസസ് ആണോ. പ്രൈസിംഗ്, എക്യുപ്മെന്റ് യൂസ്ഡ്, അവരവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ എങ്ങനെയാണ്, അതിന്റെ പ്രൈസസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ 3 കാര്യങ്ങളാണ് അവരെ കൃത്യമായിട്ട് നമ്മൾ ഒരു ലോണ്ടറി തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്ന കാര്യങ്ങൾ. 3 ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സ്റ്റാർ മാർക്ക് ഇട്ട് അവർ തന്നിട്ടുണ്ട് ഓൾറെഡി, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സർവീസ് ക്വാളിറ്റി, റെപ്യൂട്ടേഷൻ ഓഫ് സർവീസ്, പ്രൈസിംഗ്, എക്യുപ്മെന്റ് യൂസ്ഡ്. 3 പോയിന്റ് ഉള്ളൂ പഠിക്കാം. അത് ബൈഹാർട്ട് ചെയ്ത് തന്നെ സെയിം പോയിന്റ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്തത് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് ആർ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ നല്ലൊരു ലോണ്ടറി സർവീസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കും. ദെൻ അഡ്വാൻറ്റേജസ്, അങ്ങനെ നമ്മൾ ഔട്ട്സോഴ്സിംഗിന് കൊടുക്കുമ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജസ്, നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 3 പോയിന്റ് ആണ്. മോർ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ അല്ലെ, മോർ കോസ്റ്റ് ഇഫക്റ്റീവ്, കൂടുതൽ ചിലവ് കുറഞ്ഞൊരു പരിഹാരമാണ് അല്ലെ. വലിയ കോസ്റ്റ് വരുന്നില്ല, ടോട്ടൽ ഇത്ര എമൗണ്ട് ആയിരിക്കും അവർ പറയുന്നത്. Then increase efficiency and productivity of our facilities. എന്താണ് കാര്യക്ഷമത, അതുപോലെ തന്നെ ഉത്പാദനക്ഷമതയും സൗകര്യങ്ങളും നമുക്ക് കൂടുതൽ കിട്ടുന്നു. അതിനുവേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അല്ലെ. കൂടുതൽ എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി ഒക്കെ നമുക്ക് കൂടുന്നുള്ളൂ. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്, നല്ലൊരു ക്വാളിറ്റി കെയർ പ്രൊവൈഡഡ്, നൽകുന്ന പരിചരണത്തിന്റെ ഒരു ഗുണനിലവാരം അല്ലെ നമുക്കത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇംപ്രൂവ് ചെയ്യാണ്, പ്രൊവൈഡഡ് ക്വാളിറ്റി, കൊടുക്കുന്ന പരിചരണം ഇംപ്രൂവ് ചെയ്യാൻ, മീൻസ് നല്ല ഹൈജീനിക്കും ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങൾക്കൊക്കെ നമുക്ക് പേഷ്യൻസിന് മറ്റും പ്രൊവൈഡ് ചെയ്യാനും സഹായിക്കുന്നു. 3 അഡ്വാൻറ്റേജസ് ആണ്, 3 പോയിന്റുകളാണ്, അത് കൃത്യം പഠിക്കുക. അതുപോലെ ഫാക്ടേഴ്സും 3 കാര്യങ്ങളാണ്, അവിടെ ഓൾറെഡി അവർ സ്റ്റാർ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോ അത് കൃത്യമായിട്ട് പഠിക്കാം. ഈ ചെറിയ ചെറിയ പോയിന്റ്സുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് മനസ്സിലാക്കി പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, വായിച്ചു നോക്കുക. വൈ ആർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചൂസിങ് ഔട്ട്സോഴ്സ്. ദെൻ ഔട്ട്സോഴ്സ് എന്താണെന്ന് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി വായിക്കുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. നമ്മൾ ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്യാൻ കൊടുക്കൂല, ഇപ്പൊ നമ്മൾ അയൺ ചെയ്യാനൊക്കെ പുറത്തു കൊടുക്കും. അതുപോലെ ഡ്രൈ ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ അവര് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസികൾ പോലെ ഉണ്ടാവില്ലേ ഓരോ ഏരിയകളിൽ. അത് തന്നെയാണ് ഔട്ട്സോഴ്സ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ലോണ്ടറിക്ക് കൊടുക്കുന്നു, അത് ഹോസ്പിറ്റലിൽ മാത്രം ചെയ്യുന്നവരുണ്ടാവും അതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോ ഡ്രൈ ക്ലീനിങ് ഒക്കെ പോലെ തന്നെ ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ മാത്രം ചെയ്യുന്ന ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഡിഫറെന്റ് പല ഹോസ്പിറ്റലുകളിൽ നിന്നും ഇങ്ങനെ ലോണ്ടറിക്കുള്ള സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്.
ഔട്ട്സോഴ്സ് കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, പുറമേ കൊടുക്കുന്നത് കൊണ്ടുള്ള നമുക്കുള്ള പ്രയോജനങ്ങള്. ഹെഡിങ് നോക്കിയോ? അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിങ്. 3 പോയിന്റ് ഉള്ളൂ. പഠിക്കാനായിട്ടും സിമ്പിൾ അല്ലേ? 3 ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? അപ്പൊ പോയിന്റുകൾ പഠിക്കണോട്ടോ കൃത്യമായിട്ടും. നെക്സ്റ്റ് നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ. Then next one, classification of linen in hospitals. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസിന് ഒത്തിരി ടൈപ്പിലുള്ള തുണിത്തരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. പേഷ്യൻസിന്റെ ഉണ്ടാകാം, സ്റ്റാഫുകളുടെ ഉണ്ടാകാം, അവരുടെ ലാബ് കോഴ്സുകള്, കർട്ടൻസ്, സ്ക്രീനുകൾ അല്ലെ, അങ്ങനെ ഒത്തിരി തരത്തിലുള്ളത് പറഞ്ഞു. നമ്മൾ അതിനുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജനറൽ പർപ്പസ്. പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള പൊതു ആവശ്യത്തിനുള്ള ലിനൻസ്. അതിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കർട്ടൻസ്, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത് എക്സെട്ര അല്ലെ. ഇതൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ പേഷ്യന്റ് ലിനൻ, പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺസ്, കോട്സ് എക്സെട്ര അല്ലെ. പേഷ്യൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗൗൺസ്, അതായത് ഇങ്ങനെ ഗൗൺസ് മീൻസ് ഓപ്പറേഷൻ തിയേറ്റർ സർജിക്കൽസിനൊക്കെ നമുക്ക് കൊടുക്കുന്ന ഗൗൺസുകള്, ദെൻ കോട്ട് എക്സെട്ര. Then വാർഡ് ലിനൻ, വാർഡിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള്. ക്ലോത്തിങ് യൂസ്ഡ് വാർഡ് ലൈക്ക്, വാർഡിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകള്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവേഴ്സ് എക്സെട്ര. ഒരു വാർഡിൽ ഉപയോഗിക്കുന്ന സാധനങ്ങള്. ദെൻ OT, ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ ലേബർ റൂം, പ്രൊസീജിയർ റൂം, ലിനൻ, സർജിക്കൽ ഗൗൺസും, സ്ക്രബ് സ്യൂട്ട്സ്, ഗൗൺ, ക്യാപ്പ് എക്സെട്ര അല്ലെ. സ്ക്രബ് സ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മെഡിക്കൽ പ്രൊഫഷണൽമാർ ഉപയോഗിക്കുന്ന കോട്ടുകളില്ലേ, അതാണ് സ്ക്രബ് സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡോക്ടേഴ്സും മറ്റും ഉപയോഗിക്കുന്ന കോട്ടുകളാണ് സ്ക്രബ് സ്യൂട്ട്. ഓക്കെ. ദെൻ സർജിക്കൽ ഗൗൺസ്, ദെൻ ഗൗൺ, ക്യാപ്പ് എക്സെട്ര. നമ്മൾ തിയേറ്ററിലൊക്കെ ക്യാപ്പും ഗൗണൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ, അങ്ങനെയുള്ളത്. അപ്പൊ 4 പറയുന്നത്. ജനറൽ പർപ്പസ് ലിനൻ ഉണ്ട്, പേഷ്യന്റിന്റെ ഉണ്ട്, വാർഡിൽ ഉപയോഗിക്കുന്നത്, ദെൻ ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂമില്, പ്രൊസീജിയർ റൂമിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ നോക്കാം. Proper healthcare laundry procedures and disinfecting are very important to infection control and prevention of spread diseases. അല്ലെ, അണുബാധ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഡിസീസസിനെ സ്പ്രെഡ് ചെയ്യുന്നത്, രോഗങ്ങള് പകരുന്നതിനെ തടയുന്നതിനും ശരിയായിട്ടുള്ള ഒരു ആരോഗ്യ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ, ശരിയായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണ നടപടിക്രമം അണുമുക്തമാക്കേണ്ടതും ആവശ്യമാണ് അല്ലെ. അതായത് നല്ലൊരു ലോണ്ടറി സർവീസ് അനിവാര്യമാണെന്ന്, രോഗങ്ങൾ പകരാതിരിക്കാനും അതുപോലെ ഇൻഫെക്ഷൻസുകളും മറ്റും പകരാതിരിക്കാനും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസ് അനിവാര്യമാണ്. It is very important to establish and carry out healthcare laundry guidelines to make sure that staff have the right protection and safety. അല്ലെ, നമ്മൾ പറഞ്ഞു സ്റ്റാഫുകൾക്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു എസ്റ്റാബ്ലിഷ്, ക്യാരി ഹെൽത്ത്, അതായത് ഗൈഡ് ലൈൻസുകൾ പാലിക്കണമെന്ന്. സ്റ്റാഫുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ അവിടെ നമ്മൾ പാലിക്കണം അല്ലെ. ജീവനക്കാർക്ക് സംരക്ഷണം നൽകാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി എന്തൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ സ്റ്റാഫുകൾക്കും മറ്റും? യൂസ് ഓഫ് PPE അല്ലെ. PPE എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? PPE എന്താ? PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഉപയോഗിക്കുക. ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ അല്ലെ. ബാഗുകള്, കറയുള്ളത് കളക്ട് ചെയ്യാനായിട്ടുള്ള ബാഗ്സുകൾ ഉണ്ടായിരിക്കണം. ബാഗിലായിരിക്കണം കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഈ തുണിത്തരങ്ങള്. സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. സ്റ്റെയിൻഡ് ആയിട്ടുള്ളതും ക്ലീൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്യരുത്. അലക്കിയതും അലക്കാത്തതൊക്കെ, അതായത് അണുക്കളുള്ളതും കറയുള്ളതും ഇല്ലാത്തതൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. പെർഫോം ഹാൻഡ് ഹൈജീൻ. ഹാൻഡ് ഹൈജീൻ എപ്പോഴും ചെയ്തിരിക്കണം, ശുചിത്വം ഉണ്ടായിരിക്കണം, കൈക്ക് എപ്പോഴും വൃത്തിയായിട്ട് കഴുകുക. പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡിലിംഗ് അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്, ലോണ്ടറി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്സുകൾ അവർക്ക് നൽകുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ലോണ്ടറി സർവീസസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പാലിക്കേണ്ടത്. കാരണം ഒത്തിരി ഇൻഫെക്ഷൻസ് ഉള്ള മെറ്റീരിയലുകളാണ് അവർ ഈ അലക്കാനും മറ്റും എടുക്കുന്നത്. സോ അത് മീൻസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുക,
അത് കയ്യിൽ ശേഖരിക്കാതെ ബാഗിൽ കളക്ട് ചെയ്യാം, ദെൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഹൈജീൻ, ഹാൻഡ് ഹൈജീൻ ചെയ്യുക, പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി, നല്ലൊരു ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ്സ് കൊടുക്കുക. ഹാൻഡ് ഹൈജീൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ വാഷിംഗ് മെഷീൻസിലായിട്ടുണ്ടെങ്കിലും തുണി അലക്കുമ്പോ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് തുണി ഒന്ന് വെള്ളത്തിൽ മുക്കിയൊക്കെ ഒന്ന് നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് അഴുക്കൊക്കെ കളയാറുണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും ഡിറ്റർജന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കെമിക്കലാണത്, ചിലർക്ക് അലർജി ഒക്കെ ഉണ്ടാകും ഇല്ലേ? ഉണ്ടാകുമെങ്കിലും സോപ്പ് പൊടിയൊക്കെ എടുക്കുമ്പോഴേ അല്ലെങ്കിൽ ലിക്വിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അലർജിയൊക്കെ ഉണ്ടാകും. സോ നമ്മൾ മാക്സിമം ഈ നമ്മൾ തുണിത്തരങ്ങളൊക്കെ അലക്കുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ഏകദേശം നമ്മൾ ഡിറ്റർജന്റ് നമ്മുടെ കയ്യിലൊക്കെ ആകുന്നുണ്ടല്ലോ. അപ്പൊ ഈ അലക്കത് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഹൈജീനിക് ആയിട്ട് നമ്മുടെ കൈ വൃത്തിയായിട്ട് കഴുകണം എന്നാ പറയുന്നത്. കഴുകാറുണ്ടാരെങ്കിലും അങ്ങനെ ഓൾറെഡി അലക്കണേണല്ലോ ഓർത്ത് മാക്സിമം കഴുകാറില്ല ഇല്ലേ? ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ പിന്നെ കൈ കഴുകേണ്ട ആവശ്യമുണ്ടോന്നായിരിക്കും അല്ലെ? പക്ഷെ അങ്ങനെയില്ല, നമ്മൾ ഡിറ്റർജന്റ് ഒക്കെ എടുക്കുന്നതും കെമിക്കലാണ് ഡിറ്റർജൻസ് എന്ന് പറയുന്നത് അല്ലെ? അതിനാലാണ് പലർക്കും അലർജിയൊക്കെ ഉണ്ടാവും, സോപ്പ് പൊടിക്കും ഡിറ്റർജൻസിനൊക്കെ അലർജിയൊക്കെ ഉള്ളവരുണ്ടാകും. സോ കൈ നല്ല പോലെ വാഷ് ചെയ്ത് കഴുകുക, ഹൈജീൻ ആക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനനിലെ ഹോസ്പിറ്റൽ വായിച്ചു നോക്കാം കേട്ടോ, എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കി. കുറച്ചൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഈ അലക്കുന്നത്, ലോണ്ടറി എന്ന് പറയുന്നത്. അതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് തന്നെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് മീൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അത് വേറെ അത് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇതില്. ജനറൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 5 പോയിന്റ്സ് ഒന്ന് പഠിക്കണേ, അതൊന്ന് സ്റ്റാർ ചെയ്ത് വെച്ചേക്കും. വേളയിലത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നതാണ് പറയുന്നത്. ഈ 5 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ് സ്റ്റാഫുകളുടെ സുരക്ഷ, അവര് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി പാലിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ആ പോയിന്റ്സുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. നമ്മൾ പ്രീവിയസിലും ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആണ് മാർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് മാത്രമല്ല കേട്ടോ പഠിക്കുക എന്നുള്ളത്, നിങ്ങൾ എല്ലാം പഠിക്കണം. അപ്പൊ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യാൻ നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നതും അതുപോലെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ. അതായത് മറ്റു കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാവുന്നല്ലോ അതിന്റെ അർത്ഥം. എല്ലാം നിങ്ങൾ വായിക്കണം അല്ലെ? പൊതുവെ നമ്മളുടെ ഒരു പ്രവണതയാണ്, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ കാണുമ്പോൾ പരമാവധി എന്തെയും അത് കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യാനൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും അല്ലെ? പക്ഷെ നമ്മൾ എവിടെ സ്കിപ്പ് ചെയ്യുന്നു, ആ സ്കിപ്പ് ചെയ്യുന്നിടത്തായിരിക്കും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇല്ലേ? ആണോ? നമ്മൾ എവിടെയാണോ സ്കിപ്പ് ചെയ്തത് അവിടത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും അല്ലേ? അപ്പൊ സ്കിപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ബുദ്ധിമുട്ട് ടഫ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓൾറെഡി 3rd and 4th മൊഡ്യൂളിൽ കുറച്ച് ചാപ്റ്ററുകൾ ഒത്തിരി ടഫ് ഒക്കെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സെക്ഷൻ വരുമ്പോൾ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യണം, ഒരു 5 പ്രാവശ്യം ഒന്ന് വായിക്കാം. 5 പ്രാവശ്യം നിങ്ങൾ വായിച്ചാൽ മതി, ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മാത്രം മതി. നമ്മളുടെ മൈൻഡിൽ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, വായിക്കുമ്പോ തീർച്ചയായിട്ടും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഒന്ന് വായിക്കാതെ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു രക്ഷയില്ല, കറക്കി കുത്താൻ പറ്റില്ല നമുക്ക് അല്ലെ? എക്സാമിന് വരുമ്പോ നമുക്ക് വായിക്കാത്ത ഒരു സംഭവം നമുക്ക് കറക്കി കുത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യരുതും. ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി പഠിക്കുക. ബാക്കി പോർഷൻസുകൾ കൃത്യമായിട്ട് വായിക്കുക. ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ആണെങ്കിൽ 1-2 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, കണ്ടിന്യൂ വായിച്ചോളൂ. ഇതിനിടയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തോളൂ. സ്കിപ്പ് ചെയ്യണ്ട, 1-2 പ്രാവശ്യം വായിക്കാം. ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് എക്സാം വരുമ്പോൾ. ഓക്കെ, 5 പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. സ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന സ്യൂട്ട്, അതായത് ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന കോട്ടില്ലേ, അതാണ് കേട്ടോ. സ്റ്റാഫുകളുടെ ഇല്ല കേട്ടോ, സ്റ്റാഫ് ഇല്ല, മെഡിക്കൽ പ്രൊഫഷണൽസ്.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? നെക്സ്റ്റ് വൺ, പ്രോസസിംഗ് ഓഫ് സോളിഡ് ലിനൻ അല്ലെ? എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ്, നമ്മൾ ലിനൻ തുണിത്തരങ്ങൾ വൃത്തിയാക്കുന്നതിനുള്ള ലോണ്ടറിയുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ സോർട്ടിങ് അല്ലെ? സോർട്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തുണിത്തരങ്ങൾ നമ്മൾ സോർട്ട് ചെയ്യുക, വേർതിരിച്ചെടുക്കുകയാണ്. യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെപ്പറേറ്റഡ്. ഓരോ ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വാർഡിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് ലബോറട്ടറി, പിന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽസ് നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? തുണികള് ശേഖരിക്കുന്നു. ലിനൻ സ്റ്റെയിൻഡ്, സ്റ്റെയിൻഡ് എന്നാണോ PDF നിങ്ങളുടെ? ആണോ? എസ് അവിടെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തേ. സ്റ്റെയിൻഡ് എന്നാണോ? സ്റ്റെയിൻഡ് എന്നാണ് കേട്ടോ അവിടെ. Okay, linen stained with the body fluids should be kept separately. അല്ലെ? അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഫ്ലൂയിഡ്സും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് തരംതിരിച്ച് വെക്കുക. അതാണ് ഫസ്റ്റ് വൺ. ആദ്യം നമ്മൾ ചെയ്യുന്നത് സോർട്ടിങ്. എവിടെ പോകുന്നു? നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പോയി കളക്ട് ചെയ്യുന്നു. ദെൻ സ്റ്റെയിൻഡ് ആയിട്ടുള്ളത് കറകളും മറ്റുമുള്ളതാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. ഫസ്റ്റ് പ്രോസസ്സിംഗ്. സെക്കൻഡ് വൺ, സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. ഡിസ്ഇൻഫെക്ടിങ് അല്ലെ? സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് രണ്ടാമത്തെയാണ്. അവിടെ ഒരു ജസ്റ്റ് ചെറിയൊരു കോമ വെച്ചേക്കട്ടോ. സ്ലൂയിസിംഗ്, ഡിസ്ഇൻഫെക്ടിങ്. സ്ലൂയിസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? സ്ലൂയിസിംഗ് കഴുകുക, തുണിത്തരങ്ങൾ കഴുകണം. ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നു, അണുവിമുക്തമാക്കുക. ഇൻഫെക്റ്റഡ് ഓർ സ്റ്റെയിൻഡ് ലിനൻ ആഫ്റ്റർ സോക്കിംഗ് ഇൻ 0.5% bleaching solution for 30 minutes should be washed with water and detergent before washing. സോക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? സോക്ക് ചെയ്യുക. സോക്ക് ചെയ്ത് വെക്കാന്ന് പറയുന്നത് നമ്മള് എന്താ സോക്ക് ചെയ്യാം? കുതിർത്തി വെക്കാന്ന്. അതായത് ഇപ്പൊ ഫ്ലൂയിഡ്സോ ബ്ലഡ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒരു 5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഇട്ടുകൊണ്ട് 30 മിനിറ്റ്സ് അത് കുതിർത്തി വെക്കാന്ന്. അപ്പൊ നമ്മൾ ചിലതൊക്കെ നമ്മൾ കുതിർത്തി വെക്കൂലേ? ഇപ്പൊ ബ്ലീച്ചിങ്, ഇപ്പൊ കരിമ്പനം ഡ്രസ്സൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലേ ബ്ലീച്ചിങ് പൗഡർ ഇട്ടൊന്ന് കുതിർത്തി വെക്കും. എന്നിട്ട് അത് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോ ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു 30 മിനിറ്റ്സ് നമ്മൾ കുതിർത്തി വെക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? വാഷ് ചെയ്യാം. The soiled linen should be bundled and an entry should be made. അല്ലെ? ഇനി സോയിൽഡ് ആയിട്ടുള്ള, അതായത് കറകളൊക്കെയുള്ള അഴുക്കുകളൊക്കെ ഉണ്ടാവില്ലേ തുണിത്തരങ്ങളില്, അങ്ങനെയുള്ള തുണിത്തരങ്ങള് എന്ത് ചെയ്യണം? നമ്മള് എന്ത് ചെയ്യാം? ബണ്ടിലായിട്ട്, മീൻസ് ബണ്ടിൽ ചെയ്ത് വെക്കാന്ന്. കറയുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് ബണ്ടിൽ ചെയ്ത് കെട്ടി ഒരുമിച്ച് വെക്കുക. Then the infected linen should be accounted for and hand over separately at this stage. അല്ലെ? Then accounted for and hand over separately. Then അപ്പോ എന്താണ്? ഇപ്പൊ സോളിഡ് ആയിട്ടുള്ളത്, അഴുക്കായിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റേ നല്ലൊരു കറകളൊന്നും ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുകയാണ്. തുണിത്തരങ്ങൾ കഴുകി സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. Then at this stage the linen should be also inspected for tears and damages. മീൻസ് ഡാമേജുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ടൈമില് ഡാമേജുകൾ, ഇപ്പൊ തുണിത്തരങ്ങൾ അലക്കിയൊക്കെ വരുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും പിന്നലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കീറിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഡാമേജസുകൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് പരിശോധിക്കണം. ഓക്കെ, സെക്കൻഡ് പ്രോസസ്സില് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട്, അതായത് ഇപ്പൊ അതിൽ എന്തെങ്കിലും കറകളോ മീൻസ് ഫ്ലൂയിഡ്സോ ബ്ലഡോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ലൈനെയാണ് ഉപയോഗിക്കേണ്ടത്? ലൈനല്ല, ഡിറ്റർജന്റ്. ബ്ലീച്ചിങ് സൊല്യൂഷൻ. ഓക്കെ, 5% ബ്ലീച്ചിങ് സൊല്യൂഷൻ വെച്ചിട്ട് 30 മിനിറ്റ് സോക്ക് ചെയ്യുക. ദെൻ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാം. ഓക്കെ, സെക്കൻഡ് പ്രോസസ് സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. അവിടെ ഒന്ന് ഒരു കോമന്റ് വന്നേ കേട്ടോ. സെക്കൻഡ് ആണ് പറയുന്നത് സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് എന്ന്. ഓക്കെ, ഫസ്റ്റ് രണ്ടെണ്ണം സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്കി. ആദ്യത്തെ രണ്ടെണ്ണം കേട്ടോ. രണ്ട് പ്രോസസ് ആണ്, സോർട്ടിങ്ങും സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്ങും. വായിച്ചു നോക്കാം.
ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോസസ് നോക്കിയേ. വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ് ആൻഡ് അയണിങ് അല്ലെ. The linen should be washed. നമ്മൾ ലിനൻ വാഷ് ചെയ്തു, then taken out, conditioned. അതൊന്ന് കണ്ടീഷൻ ചെയ്യുക, then iron by laundry staff. Laundry staff എന്ത് ചെയ്യും? വാഷ് ചെയ്തതിനു ശേഷം അത് കണ്ടീഷൻ ചെയ്തു, അയൺ ചെയ്തു, തേച്ച് വെക്കുന്നു. Infected linen should be washed separately. Infected ആയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് അലക്കുന്നത്, വാഷ് ചെയ്യുന്നത്. Then നാലാമത്തെ പ്രോസസ് സിമ്പിൾ ആണ്, നമ്മൾ വീട്ടിൽ തുണി അലക്കുന്ന ആ ഒരു പ്രോസസ് ഒക്കെ തന്നെ. Pressing and folding. The pressed and folded. Pressing and folding എന്ന് എഴുതിക്കൊണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു കോമന്റ് കൊടുക്കുക കേട്ടോ. The pressed and folded clean linen should be stored in a dry place on rack. അല്ലെ, റാക്കുകളില് കൃത്യമായിട്ടും തുണിത്തരങ്ങൾ അലക്കി വൃത്തിയാക്കിയത്, തേച്ചത്, മടക്കിയിട്ട് എന്ത് ചെയ്യും? ഓരോ റാക്കുകളിൽ വെക്കുന്നു. Clean linen should be shifted, transported on a clean trolley to various area. Clean ചെയ്ത ലിനനുകള് നമ്മള് ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രോളിയില് ഓരോ ഏരിയയിലേക്കും ക്ലീൻ ചെയ്തിട്ട് അതാത് ഏരിയകളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 4 പ്രോസസ് ആണ് അവിടെ പറയുന്നത്. ദെൻ നോക്കിയേ, പ്രോസസിങ് സോയിൽ ലിനൻ. ഒരു പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് ആണ്. എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? സോർട്ടിംഗ് നിന്നാണ് അല്ലെ. നോക്കിയേ, സോർട്ട് ചെയ്യുന്നു, then sluicing and disinfecting ചെയ്തു, വാഷ് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്തു, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. തുണികൾ എടുത്തു, തുണികൾ കഴുകി ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്തു അല്ലെ. സ്ലൂയിസിംഗ് മീൻസ് ഡിസ്ഇൻഫെക്റ്റിംഗ്, ഡിറ്റർജന്റ് ഇട്ടുകൊണ്ട് നമ്മൾ അവിടെ സോക്ക് ചെയ്ത് വെച്ചു, then വാഷ് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്തു. എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ പിഴിഞ്ഞു, അലക്കി പിഴിഞ്ഞു, കണ്ടീഷൻ ചെയ്തു, അയണിങ് ചെയ്തു, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. ക്ലിയർ ആണോ? ഫ്ലോ ചാർട്ട് സിമ്പിൾ അല്ലേ? ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറ്റിയൊരു ഫ്ലോ ചാർട്ടാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. പ്രോസസ്സ് വായിക്കാം, ഈ പ്രോസസ്സ് വായിക്കാം, then ആ ഫ്ലോ ചാർട്ട് കൂടി ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഫ്ലോ ചാർട്ട് നോക്കാട്ടോ, സിമ്പിൾ ആണ്. സോർട്ടിംഗ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോർട്ടിങ്, സ്ലൂയിസിങ്, വാഷിംഗ്, എക്സ്ട്രാക്ട്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഹോൾഡിംഗ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ എല്ലാവരും? എളുപ്പമാണോ? കുഴപ്പമില്ലല്ലോ, വായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇനി വരുന്നത് കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ആണ്. നമ്മൾ ലോണ്ടറി സർവീസസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? മതിയില്ലേ? കാരണം ഇനിയിപ്പോ അധികം ടൈം ഇല്ല, ജസ്റ്റ് തുടങ്ങി വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ എടുത്താൽ പോരെ? ഇനി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ആണ്, അടുത്ത സെക്ഷൻ ആണത്.
അല്ലെ? ഇത്രയും എടുത്തപ്പോ തന്നെ കുറച്ച് ബോറിംഗ് ഒന്നുമില്ല, എങ്കിലും അത്യാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ? ഇനി ഒരുപാട് എടുത്ത് പോയാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണോ? എടുത്തത്രയും ഓക്കെ ആണോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, വലിയ ചാപ്റ്ററിനൊക്കെ അപേക്ഷിച്ചിട്ടേ. എക്സാം എപ്പോഴാണെന്നൊന്നും ടൈം ആയിട്ടില്ല, അത് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, ഇനി എത്ര ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാൻ മീൻസ് തേർഡ് ആൻഡ് ഫോർത്ത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. പെൻഡിങ്ങിലെ ചാപ്റ്ററുകള് പോർഷൻസ് തീരണ്ടേ, എങ്കിലല്ലേ നമുക്ക് എക്സാം നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പഠിച്ചു തുടങ്ങാം കേട്ടോ. എക്സാമിന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട, അതിന് മുന്നായിട്ട് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെയുള്ള ഭാഗം ഒന്ന് വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.